ഹലോ. ഇന്ത്യൻ ജുഡീഷ്യറിനെ ഞെട്ടിച്ചുകൊണ്ട് AI ഹാലൂസിനേറ്റ് ചെയ്ത വ്യാജ കേസുകൾ വിധിയിൽ ഉൾപ്പെടുത്തി കീഴ്ക്കോടതി ജഡ്ജിനെതിരെ സുപ്രീം കോടതി രംഗത്തെത്തിയിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് പറയാം. ഒരു സാധാരണ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടാണ്. ആ കേസ് കേട്ട ജൂനിയർ ജഡ്ജ് തൻ്റെ വിധിക്ക് ശക്തി കൂട്ടാൻ വേണ്ടി 4 സുപ്രീം കോർട്ട് വിധിന്യായങ്ങൾ സൈറ്റേഷൻസ് കാണിച്ചു. സാധാരണ ഇതൊരു നല്ല കാര്യമാണ്. പക്ഷേ എതിർഭാഗം വക്കീൽ ഈ കേസുകളൊന്ന് തപ്പി നോക്കിയപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. അങ്ങനെയുള്ള 4 കേസുകൾ ഈ ഭൂലോകത്ത് നിലവിലില്ല. അപ്പോൾ ജഡ്ജി തൻ്റെ റിസർച്ചിനായിട്ട് ഉപയോഗിച്ച AI ടൂള് പൂർണ്ണമായും വ്യാജമായിട്ടുള്ള 4 സൈറ്റേഷൻസ് അങ്ങ് ഉണ്ടാക്കി കൊടുത്തു, 4 കേസ് കൊടുത്തു. ഇതിനെയാണ് AI ഹാലൂസിനേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. പ്രതിഭാഗം ഉടൻ തന്നെ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിനെ സമീപിച്ചു. എന്നാൽ അവിടെ കാര്യങ്ങൾ കൂടുതൽ വിചിത്രമായിരുന്നു. ബിക്കോസ് ഈ വിധികൾ വ്യാജമാണെന്ന് ഹൈക്കോടതി സമ്മതിച്ചു. പക്ഷേ കീഴ്ക്കോടതിയുടെ വിധി അവർ ശരിവെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് ലീഗൽ ലോജിക്ക് ശരിയാണെന്നുണ്ടെങ്കിൽ വ്യാജ ഉദ്ധരണികൾ ഒരു വിധിയെ റദ്ദാക്കാൻ മതിയായ കാരണമാവില്ല എന്നായിരുന്നു ഹൈക്കോർട്ടിൻ്റെ മറുപടി. അപ്പോൾ ജഡ്ജിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു നല്ല ഉദ്ദേശത്തോടെയുള്ള പെശക്, അതായത് എറർ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്നാണ് ഹൈക്കോർട്ട് പറഞ്ഞത്. എന്നിട്ട് അതിനെ വിട്ടുകളഞ്ഞു. അപ്പോൾ ഒടുവിൽ കേസ് സുപ്രീം കോർട്ടിലെത്തി. പക്ഷെ സുപ്രീം കോർട്ടിന് ഇത് അത്ര നിസ്സാരമായിട്ട് തോന്നിയിട്ടില്ല. ഇത് വേറെ ഒരു തെറ്റല്ല, ഇതൊരു ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ കുറ്റകരമായിട്ടുള്ള വീഴ്ചയാണ്, ഗ്രോസ് മിസ്കണ്ടക്ട് എന്താണ് സുപ്രീം കോർട്ട് പറഞ്ഞത്. അപ്പോൾ കോടതികളുടെ വിശ്വസനീയതയെ തന്നെ ഇത് ബാധിക്കുമെന്നും സുപ്രീം കോർട്ട് മുന്നറിയിപ്പ് നൽകി. അപ്പോൾ ഒരു മെഷീൻ നൽകുന്ന വിവരങ്ങൾ പരിശോധിക്കാതെ കോടതി വിധി എഴുതുന്നത് നീതിന്യായ വ്യവസ്ഥയോടെയുള്ള ചതിയാണെന്നും സുപ്രീം കോർട്ടിൻ്റെ നിലപാടാണ്. ഇത് പക്ഷേ ഇന്ത്യയിൽ മാത്രം നടക്കുന്ന ഒരു പ്രശ്നമല്ല. അമേരിക്കയിലുള്ള മാറ്റ വേഴ്സസ് എവിയാങ്ക എന്ന കേസിലും ഇതുപോലെ വക്കീല് ChatGPT ഉണ്ടാക്കിയിട്ടുള്ള വ്യാജ കേസുകൾ ഫയൽ ചെയ്തതിന് $5,000 ഫൈൻ അടക്കേണ്ടി വന്നു. ഇംഗ്ലണ്ടിലും വെയിൽസിലും ഒക്കെ കോടതികൾ ഇപ്പോൾ ലോയേഴ്സിന് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. AI ഉപയോഗിക്കാം, പക്ഷേ ഓരോ വാക്കും നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്യണം, നിങ്ങൾ സർട്ടിഫൈ ചെയ്യണം. തെറ്റിയാൽ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതിൽ പാഠം എന്താണ്? AI നമ്മുടെ ജോലി എളുപ്പമാക്കാം, പക്ഷേ നമ്മുടെ ഹ്യൂമൻ ജഡ്ജ്മെൻറ്റിന് അത് പകരമല്ല. AI ഹാലൂസിനേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു വക്കീലോ സ്റ്റുഡൻറ്റോ ഏതെങ്കിലും പ്രൊഫഷണലോ ആവട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് AI നൽകുന്ന ഡേറ്റ കണ്ണടച്ച് വിശ്വസിക്കരുത്. എല്ലാ AI മോഡൽസും ഹാലൂസിനേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തത്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും AI കാരണം ഇതുപോലെ അബദ്ധങ്ങളിൽ പെട്ടിട്ടുണ്ടോ? താഴെ കമൻറ്റ് ചെയ്യുക. AI ബന്ധപ്പെട്ട ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ അപ്ഡേറ്റ്സിനായി സാർടെക് ലാബ്സിനെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോളൂ.